KSRTC ഇപ്പോൾ അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ്. വെറുതെ അങ്ങ് മാറുവല്ല, നല്ല ലാഭം കൊയ്തുകൊണ്ടാണ് മാറുന്നത്. അതിനുള്ള അടുത്ത പരിപാടിയായി KSRTCയിൽ പ്രൊഫഷണൽ ഗാനമേള രൂപവൽക്കരിക്കുന്നു. ജീവനക്കാർക്കും ബന്ധുക്കൾക്കും ഭാഗമാകാം. പാട്ടിലും സംഗീതോപകരണങ്ങൾ ഉപയോഗത്തിലും പ്രാവീണ്യമുള്ളവർക്ക് അവസരം നൽകും. താല്പര്യമുള്ളവർക്ക് വീഡിയോ അയക്കാം. 3 മിനിറ്റിൽ കുറയാത്തതും 5 മിനിറ്റിൽ കൂടാത്തതുമായ വീഡിയോയാണ് വേണ്ടത്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാൻ അവസരം നൽകും. ഇതിൽ നിന്നാകും ട്രൂപ്പ് രൂപവൽക്കരിക്കുക. മുൻ പരിചയമുള്ളവർക്ക് ആരേഖകളും സമർപ്പിക്കാം. KSRTC സംഘടിപ്പിക്കുന്ന ബജറ്റ് ടൂറിസം യാത്രയിൽ പങ്കാളികളായ ചില ജീവനക്കാർ പാടിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഗാനമേള ട്രൂപ്പ് രൂപവൽക്കരിക്കുന്നത് പരിഗണിച്ചത്. ഇതിന് സമാനമായ പുതിയ യൂണിറ്റുകൾ KSRTC തുടങ്ങും. കേരളത്തിനകത്തും പുറത്തും പരിപാടികൾ ഏറ്റെടുക്കുന്ന തരത്തിലാകും KSRTCയുടെ ഗാനമേള ട്രൂപ്പ്. പരിപാടികൾക്ക് KSRTC ബസ്സിൽ പോവുകയും ചെയ്യാം. അങ്ങനെ വണ്ടിക്കൂലി ലാഭിക്കുന്ന ഗാനമേള ട്രൂപ്പായി KSRTCയുടെ പുതിയ ട്രൂപ്പ് മാറും. അടിസ്ഥാന സൗകര്യങ്ങൾ KSRTC ഒരുക്കും. വാദ്യോപകരണങ്ങൾ അടക്കം വാങ്ങും. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ നല്ലൊരു പങ്കും KSRTCക്കാകും ലഭിക്കുക. വൈവിധ്യവൽക്കരണമാണ് KSRTCയുടെ ലക്ഷ്യം. ഇതിനിടെ KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചെലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുക. ബസ് സ്റ്റാൻഡിലോ സ്റ്റോപ്പിലോ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ വരുമെന്നുമുള്ള വിവരം ആപ്പിലൂടെ കിട്ടും. ആദ്യമായാണ് ബസ്സിൽ ഈ ഒരു സംവിധാനം വരുന്നത്. കൂടുതൽ അപ്ഡേഷൻ വരുന്നതോടെ ബസ്സിൽ ഒഴിവുള്ള സീറ്റിനെ കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് KSRTC പറയുന്നത്. നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ചെലോ ആപ്പ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് യാത്രക്കാർക്ക് ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സമയക്രമത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും വിവിധ റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ വിവരങ്ങൾ കൃത്യമാണ്. ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനുമാകും. KSRTC ഡിപ്പോകളിൽ ലാൻഡ് ഫോൺ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായി. ഇനി ബസ് സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെയും ആപ്പിലൂടെയും ലഭ്യമാകും. KSRTC 6 മാസത്തിനകം നിരത്തിലേക്ക് 181 ബസ്സുകൾ കൂടി ഇറക്കാൻ തയ്യാറെടുക്കുന്നുമുണ്ട്. 1 കോടി രൂപ അധിക കളക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുത്തൻ ബസ്സുകൾ നിരത്തിലേക്ക് എത്തിക്കുന്നത്. പ്ലാൻ ഫണ്ടും ബജറ്റ് വിഹിതവും ചേർത്താണ് പുത്തൻ ബസ്സുകൾ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 143 ബസ്സും രണ്ടാം ഘട്ടത്തിൽ 126 ബസ്സുമാണ് വാങ്ങുന്നത്. ആകെ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന 269 ബസ്സുകളിൽ 88 എണ്ണം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 വോൾവോ ബസ്സുകളും എത്തിക്കഴിഞ്ഞു. ഈ വോൾവോ ബസ്സുകൾ ബംഗളൂരു റൂട്ടിൽ താൽക്കാലികമായി ഓടിക്കും. നിലവിൽ KSRTCയുടെ പ്രതിദിന കളക്ഷൻ എന്നത് ശരാശരി 8 കോടി രൂപയ്ക്ക് താഴെയാണ്. ഇത് 8.5-9 കോടിയിലേക്ക് എത്തിക്കാൻ പുത്തൻ ബസ്സുകൾ എത്തുന്നതോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTC 40 വർഷത്തിന് ശേഷം 1.57 കോടി രൂപയുടെ ലാഭം സെപ്റ്റംബർ 8-ന് കളക്ഷനിൽ സൃഷ്ടിച്ചിരുന്നു. 10.19 കോടി രൂപയായിരുന്നു അന്നേ ദിവസം KSRTC കളക്ഷൻ നേടിയത്. ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേനയും KSRTC ലാഭമുണ്ടാക്കുന്നുണ്ട്. 1.5 കോടി രൂപയുടെ ലാഭമാണ് KSRTCക്ക് ഡ്രൈവിംഗ് സ്കൂൾ മുഖേന സൃഷ്ടിക്കാൻ സാധിച്ചത്. ഇതാണ് ഗാനമേള ട്രൂപ്പിലേക്ക് അടക്കം ചർച്ചകൾ എത്തിക്കുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും മൂന്നാറിലും സർവീസ് നടത്തുന്ന ഡബിൾ ഡക്കർ ബസ്സും ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. തൃശൂർ, കോഴിക്കോട് ജില്ലകളിലേക്കും ഉടൻ തന്നെ പുത്തൻ ഡബിൾ ഡക്കർ ബസ്സുകൾ എത്തുന്നുണ്ട്. കുട്ടി ബസ് 50, സൂപ്പർ ഫാസ്റ്റ് 110, ഫാസ്റ്റ് 50, സീറ്റർ 8, സീറ്റർ കം സ്ലീപ്പർ 10, സ്ലീപ്പർ 8, ലിങ്ക് ബസ് 27 എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ പുതിയതായി എത്തിക്കാൻ പോകുന്ന KSRTC ബസ്സുകൾ. അടുത്തിടെ KSRTC ക്രിക്കറ്റ് ടീമും ആരംഭിച്ചിരുന്നു. എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കിട്ടണമെന്നൊരു ചൊല്ലുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ KSRTCയിലും സംഭവിക്കുന്നത്. സഹപ്രവർത്തകരെ സന്തോഷിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം തന്നെയാണ് ഇപ്പോൾ KSRTC നൽകിക്കൊണ്ടിരിക്കുന്നത്.